നിതിൻ നബീൻ ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന്. നിതിൻ നബീന് വേണ്ടി മാത്രമാണ് നാമനിർദ്ദേശ പത്രിക ലഭിച്ചിട്ടുള്ളതെന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ബി.ജെ.പി ആസ്ഥാനത്ത് എത്തും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ വീണ്ടും ചേരും. ജിഷ്ണു, പുതിയ മുഖം, അത് ഒരു യുവമുഖമാണ് ബി.ജെ.പിക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഒരു യുവമുഖത്തെ ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയായിരുന്നില്ലേ? ഷാജ, തീർച്ചയായും ബി.ജെ.പിയുടെ ദേശീയ നേതൃനിരയിൽ ഒരു തലമുറ മാറ്റമാണ് ഉണ്ടാകുന്നത്. ബീഹാറിൽ നിന്നുള്ള നിതിൻ നബീൻ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനാകുമ്പോൾ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ആ നേതൃനിരയിൽ ഒരു വലിയ മാറ്റം, ഒരു തലമുറ മാറ്റം ഉണ്ടാകുന്നു. അടുത്ത തലമുറയിലേക്ക് ബി.ജെ.പിയുടെ നേതൃത്വം ഏൽപ്പിക്കുകയും ശക്തമായിട്ടുള്ള വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുൾപ്പെടെ ബി.ജെ.പിയെ കൂടുതൽ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് ബി.ജെ.പിയുടെ ദേശീയ ആസ്ഥാനത്താണ്. ഇവിടെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. വേദി ഒരുങ്ങിക്കഴിഞ്ഞു. ആ വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ എത്തും. ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഇന്നലെ 2 മണി മുതൽ 4 മണി വരെയുള്ള സമയമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളത്. അതിനിടയിൽ 37 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപിലേക്ക് എത്തിയത്. ആ 37 നിതിൻ നബീനെ പിന്തുണച്ചുകൊണ്ടുള്ളതായിരുന്നു. ഏകകണ്ഠമായി ഈ എല്ലാ സംസ്ഥാന ഘടകങ്ങളും ചേർന്നുകൊണ്ട് ഐക്യകണ്ഠേനയാണ് ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്. ബി.ജെ.പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ശൈലിയും അതുതന്നെയാണ്. എല്ലാ സംസ്ഥാന ഘടകങ്ങളും ചേർന്നുകൊണ്ട് ഐക്യകണ്ഠേനെ പുതിയ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നു. ആ സ്ഥാപക അധ്യക്ഷൻ അടൽ ബിഹാരി വാജ്പേയിയിൽ നിന്നും തുടങ്ങിയത് നിതിൻ നബീൻ എന്ന പേരിലേക്ക് എത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനം ഭാരതത്തിൽ എത്രത്തോളം വേരുറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൂടി ആലോചിക്കേണ്ട സമയമാണിത്. നേരത്തെ കേവലം 2 എം.പിമാരിൽ നിന്നും തുടങ്ങി ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി അതിനപ്പുറത്തേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഭരണം നടത്തുന്നു. 18 കോടിയിലധികം മെമ്പർമാരുമായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന വലിയ ഖ്യാതിയോടുകൂടിയാണ് ബി.ജെ.പി അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നത്. ആ സമയത്താണ് നിലവിലൊരു നേതൃമാറ്റം സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ 2020 ജനുവരി 20 തന്നെയായിരുന്നു നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന ചുമതല അമിത്ഷായിൽ നിന്നും ഏറ്റെടുത്തിരുന്നത്. നേരത്തെ അമിത്ഷാ ദേശീയ അധ്യക്ഷനായിരുന്ന സമയത്ത് അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിലെത്തുകയും പകരം ജെ.പി. നദ്ദ ആദ്യം വർക്കിംഗ് പ്രസിഡന്റായും പിന്നീട് ദേശീയ അധ്യക്ഷനുമായി എത്തി. ഇപ്പോൾ ജെ.പി. നദ്ദ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന പശ്ചാത്തലത്തിൽ ബീഹാറിൽ നിന്നുള്ള നേതാവ് നിതിൻ നബീൻ ആദ്യം വർക്കിംഗ് പ്രസിഡന്റായും ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ദേശീയ അധ്യക്ഷനുമായി എത്തുകയാണ്. നിതിൻ നബീൻ ബീഹാറിൽ എ.ബി.വി.പിയിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ചു. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടാതെ ദേശീയ ചുമതലകൾ, അതിനുശേഷം ബി.ജെ.പിയുടെ സംസ്ഥാന ചുമതല, 2006 മുതൽ എം.എൽ.എ എന്ന ജനപ്രതിനിധിയായിക്കൊണ്ടുള്ള പ്രവർത്തനം, കഴിഞ്ഞ ടൈമിൽ 2024 മുതൽ നിയമസഭ, അതായത് ബീഹാർ നിയമസഭയിലെ മന്ത്രി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു. അത്തരത്തിൽ സംഘടനാ രാഷ്ട്രീയത്തിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും, അതായത് നിയമസഭാ രാഷ്ട്രീയത്തിലുമെല്ലാം ഒരുപോലെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള കരുത്തുറ്റ മുഖമാണ് ബീഹാറിൽ നിന്നുള്ള കരുത്തുറ്റ മുഖവും. ഒപ്പം നിതിൻ നബീൻ ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.